ഞാൻ വരാം. ഇപ്പോൾ പി.വി. അൻവർ കൂടിക്കാഴ്ച ശേഷം പുറത്തേക്ക് ഇറങ്ങുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം 12:58 പി.വി. അൻവർ പുറത്തേക്ക് എത്തുന്നു. മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ നോക്കാം നമുക്ക്. അദ്ദേഹം കാറിലേക്ക് കയറുകയാണ്. മുഖ്യമന്ത്രിയെ കണ്ട് പി.വി. അൻവർ മടങ്ങുന്നു. പ്രതികരിക്കാതെ മടങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം പി.വി. അൻവർ ഇതാ മടങ്ങുകയാണ്. മാധ്യമങ്ങളെ കാണുന്നില്ല, അതോ പിന്നീട് കാണുമെന്നാണോ? എന്താണ് മനസ്സിലാക്കാനാവുന്നത്? ഇപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുന്ന ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന നോർത്ത് ബ്ലോക്കിൻ്റെ താഴെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നമ്മൾ പുറത്ത് ഗേറ്റ് നമ്പർ 2, അതായത് കന്റോൺമെൻറ്റ് ഗേറ്റ്, സമര ഗേറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പോൾ കാർ വന്നിരിക്കുന്നേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുമോ എന്നാണ് അറിയാം. എന്തായാലും കാറിനകത്ത് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഇരിക്കുന്നത്. ആ കാർ പുറത്തിറങ്ങുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. എം.എൽ.എ. ഹോസ്റ്റലിലേക്ക് എന്തായാലും കാറിൻ്റെ വിൻഡോ തുറന്നിട്ടുണ്ട്. അദ്ദേഹം പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാം. ഇങ്ങോട്ട് എന്താ പറഞ്ഞേ? എം.എൽ.എ. സ്മൃതി എം.എൽ.എ. ഹോസ്റ്റലിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. എം.എൽ.എ. ഹോസ്റ്റലിൽ വെച്ച് അദ്ദേഹം എം.എൽ.എ. ഹോസ്റ്റലിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്നു. അതിൻ്റെ ദൃശ്യം അദ്ദേഹത്തിൻ്റെ ട്രാഫിക് കോൺവോയ് ആണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അൻവർ എം.എൽ.എ. ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ പ്രതിനിധികളായ റിനു ശ്രീധർ അടക്കമുള്ള ആളുകളുണ്ട്. അവിടേക്ക് നമ്മുടെ ക്യാമറകൾ നീങ്ങിയിട്ടുണ്ട്. അവിടെ നമ്മുടെ ക്യാമറകൾ ഉറപ്പായിട്ടുമുണ്ട്. എന്തായാലും ഇവിടെ ഈ തിക്കിത്തിരക്കും മറ്റും കാരണം അദ്ദേഹം എം.എൽ.എ. ഹോസ്റ്റലിൻ്റെ പരിസരത്ത് വെച്ച് മാധ്യമങ്ങളെ കാണാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് മടങ്ങിയിരിക്കുന്നു. ഏകദേശം 1 മണിക്കൂർ എടുത്ത കൂടിക്കാഴ്ചയാണ്. എന്താകും പി.വി. അൻവർ മാധ്യമങ്ങളോട് പറയുന്നതെന്നാണ് അറിയേണ്ടത്. അങ്ങനെ ചിരിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം വണ്ടിയിൽ കയറിയിരിക്കുന്നത്. ഇനി പ്രതികരണങ്ങൾ ചുരുക്കുമോ? കഴിഞ്ഞ 2 ദിവസം നടത്തിയ വലിയ വെളിപ്പെടുത്തലുകൾ എന്ന രൂപത്തിലുള്ള ആരോപണങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുമോ? കൂടുതൽ തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൊടുത്ത ശേഷമാണോ വരുന്നത്? മുഖ്യമന്ത്രി എന്തെങ്കിലും ഉറപ്പുകൾ നൽകിയോ? ഇതൊക്കെ അറിയേണ്ടതുണ്ട്. ടി.വി. പ്രസാദ് കൂടിയുണ്ട്. പ്രസാദ്, നിങ്ങളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് മടങ്ങുകയല്ലേ? എം.എൽ.എ. ഹോസ്റ്റലിൽ അല്പസമയത്തിനകം പി.വി. അൻവർ മാധ്യമങ്ങളെ കാണാനിരിക്കുന്നു. പന്ത്രണ്ട് 10 എം.എൽ.എ. ഹോസ്റ്റലിൽ നിന്നും പി.വി. അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ സെക്രട്ടേറിയറ്റിലെത്തിയത്. 12:58 ആയപ്പോഴേക്കും ആ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് മുഴുവൻ തെളിവുകളും കൈമാറും എന്നാണ് വാർത്താ സമ്മേളനത്തിനൊടുവിൽ പി.വി. അൻവർ പറഞ്ഞിരുന്നത്. ഈ പോരാട്ടം താൻ അവസാനിപ്പിക്കില്ല, പോരാട്ടത്തിൽ തൻ്റെ കൂടെ ദൈവമുണ്ട് എന്നാണ് അൻവർ പറഞ്ഞത്. പക്ഷേ അതേസമയം ജീവന് ഭീഷണിയുണ്ട് എന്ന കാര്യവും അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. പിന്നീട് ഇന്നലെയാണ് ജില്ലാ കളക്ടറെ കണ്ട് തോക്കിന് ലൈസൻസിൻ്റെ കാര്യം ആവശ്യപ്പെട്ടത്. തനിക്ക് തോക്ക് വേണം സ്വയം രക്ഷയ്ക്കെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബോഡി ഗാർഡ് ഉണ്ടായിട്ട് കാര്യമില്ല, തനിക്ക് സ്വയം രക്ഷയ്ക്ക് തോക്ക് വേണം എന്നുള്ള കാര്യവും പി.വി. അൻവർ പറഞ്ഞു. ഏത് സമയം കൊല്ലപ്പെട്ടേക്കാം, ആ രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകളും തെളിവുകളുമായിട്ടാണ് താൻ നടക്കുന്നത് എന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പുറത്ത് മാധ്യമങ്ങളോട് 2 ദിവസം പറഞ്ഞതിലപ്പുറം എന്തെങ്കിലും മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞോ എന്നുള്ളതാണ് അറിയേണ്ടത്. ആ കാര്യങ്ങൾ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അൻവർ വെളിപ്പെടുത്തുമോ എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളതാണ് അറിയേണ്ടത്. എം.എൽ.എ. ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുന്നു പി.വി. അൻവർ എന്നുള്ളതാണ്. ഇത് അല്പസമയത്തിനകം അൻവർ മാധ്യമങ്ങളെ കാണാനിരിക്കുകയാണ്. എന്തു പറയും എന്ന് കാത്തിരിക്കുന്നു. റിനു ശ്രീധറുണ്ട്. റിനു, ഇപ്പോൾ വാഹനം അവിടെ എത്തിയിരിക്കുന്നു. അൻവറിന്റെ വാഹനം. വാർത്താ സമ്മേളനം എവിടെ വെച്ചാണ്?
സ്മൃതി, അല്പസമയം മുമ്പാണ് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം എനിക്ക് തൊട്ട് പിന്നിലായി കാണുന്ന MLA ഹോസ്റ്റലിലേക്ക് ഇപ്പോൾ എത്തിയത്. നമ്മൾ അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. MLA ഹോസ്റ്റലിൽ എത്തി ഇപ്പോൾ റൂമിനകത്തേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ കാഴ്ച. അല്പസമയത്തിനകം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. MLA ഹോസ്റ്റലിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക റൂമിലിരുന്നായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നുള്ള വിവരമാണ് അദ്ദേഹം നൽകിയത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള PV അൻവറിന്റെ ആദ്യ പ്രതികരണം എന്നുള്ളത് ചീഫ് മിനിസ്റ്റർ വെരി പോസിറ്റീവ് എന്നുള്ളതാണ്. അതായത് താൻ പറഞ്ഞ കാര്യങ്ങളോട് വളരെ നന്നായി തന്നെ മുഖ്യമന്ത്രി പ്രതികരിച്ചു എന്ന് ഇപ്പോൾ PV അൻവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ആത്മവിശ്വാസത്തോടെ ഉന്നയിച്ച ആരോപണങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോൾ PV അൻവർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ചീഫ് മിനിസ്റ്റർ വെരി പോസിറ്റീവ് എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ഇറങ്ങിയ ശേഷം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്ന, നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൃപ്തനാണ് എന്നുള്ള വാചകമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ പോസിറ്റീവായി മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു. PV അൻവറിന്റെ ആരോപണങ്ങളോട്, പരാതികളോട് വളരെ പോസിറ്റീവായി മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ള അൻവറിന്റെ പ്രതികരണം റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം വിശദമായി മാധ്യമങ്ങളെ കാണാൻ പോകുന്നു. തൻ്റെ ആരോപണങ്ങൾ, താൻ ഉന്നയിച്ച ഗൗരവത്തിലുള്ള വിഷയങ്ങളെ മുഖ്യമന്ത്രി അതേ രൂപത്തിൽ കണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രൂപത്തിൽ ചീഫ് മിനിസ്റ്റർ ഈസ് വെരി പോസിറ്റീവ് എന്നുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരിക്കുന്നു. ആ പ്രതികരണം ഇതിൻ്റെ തുടർച്ച ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. കൂടിക്കാഴ്ചയിൽ തൃപ്തനാണ് PV അൻവർ എന്നുള്ള സൂചനയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. റിപ്പോർട്ടിനോട് മാത്രം നടത്തിയിരിക്കുന്ന പ്രതികരണം ചീഫ് മിനിസ്റ്റർ ഈസ് വെരി പോസിറ്റീവ് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സന്ദേശമായി നൽകിയ പ്രതികരണമാണ്. ചീഫ് മിനിസ്റ്റർ ഈസ് വെരി പോസിറ്റീവ് എന്ന് PV അൻവർ പറഞ്ഞിരിക്കുന്നു. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം തൃപ്തനാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചോ അൻവറിന്? അന്വേഷണവുമായി ബന്ധപ്പെട്ട് തലകൾ ഉരുളും എന്നുള്ള സന്ദേശം, ഒരു മറുപടി, ഒരു ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്നും PV അൻവറിന് ലഭിച്ചോ? താൻ ഉന്നയിച്ച ഗൗരവത്തിലുള്ള വിഷയങ്ങളിൽ കൊലപാതകം, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്തടക്കമുള്ള ആരോപണങ്ങൾ താൻ ഉന്നയിച്ചത് പ്രധാനപ്പെട്ട ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെതിരെയാണ്. ഇതുവരെ